നമസ്കാരം. ഇലക്ഷൻ 2026 കേരളയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി നമ്മൾ ചെല്ലുന്നത് ഇടുക്കി ഡിസ്ട്രിക്റ്റിലേക്കാണ്. ഇടുക്കി ഡിസ്ട്രിക്റ്റിന്റെ ഒരു ചരിത്രം, ഒപ്പം തന്നെ ജനങ്ങളുടെ മനസ്സ് എങ്ങനെയാണ് വിധിയെഴുതാൻ പോകുന്നത്, ഈ തെരഞ്ഞെടുപ്പിനെ അവർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നൊക്കെയാണ് ചിന്തിക്കേണ്ടത്. ഒപ്പം തന്നെ അവിടുത്തെ ഈ ദേവികുളവും ഉടുമ്പൻചോലയും തൊടുപുഴയും ഇടുക്കിയും പേരുമേടും അടങ്ങുന്ന 5 നിയോജക മണ്ഡലങ്ങളിൽ ആരൊക്കെ വിജയിക്കുവാനുള്ള സാധ്യതകൾ, ഇവരെല്ലാം വിജയിക്കുമെന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷേ ഇതിന്റെ സാധ്യതകൾ അന്വേഷിക്കുകയാണ്. ഈ സാധ്യതാ അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് സാദിഖ് സാറിനെ കൂടെ സ്വാഗതം ചെയ്യാം. സാദിഖ് സാർ, നമസ്കാരം. നമ്മൾ ഇന്ന് പോകുന്നത് ഇടുക്കിയിലേക്കാണ്. ഇടുക്കിയിലേക്ക് പോകുമ്പോൾ ഇടുക്കിയുടെ സാധ്യതകൾ എന്തൊക്കെയാണ്? ഇടുക്കി ഒരു ചെറിയ ജില്ലയാണെന്ന് പെട്ടെന്ന് 5 സീറ്റുകളേ ഉള്ളൂ. ചെറിയ ജില്ലയാണെന്ന് തോന്നും, പക്ഷെ വലിയ വിസ്തൃതമായ ഏരിയ ഉള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് വനങ്ങളുള്ളതും വന്യമൃഗങ്ങളുള്ളതും കഷ്ടപ്പാടുകൾ നിറഞ്ഞതുമായ ഒരു ജില്ലയാണ്. അവിടെ ഇപ്പോൾ 4 സീറ്റുകൾ ഭരണപക്ഷമായ LDFന്റെ കയ്യിലാണ്. ആകെ ഒരു സീറ്റ് UDFന്റെ കേരള കോൺഗ്രസ് PJ ജോസഫ് സാറാണ് ഒരു MLA. ഇത്തവണ അദ്ദേഹം മത്സരിക്കുന്നില്ല. CPMന്റെ വിവാദ പുരുഷനായി പലപ്പോഴും അവതരിച്ചിട്ടുള്ള MM മണി MLA അദ്ദേഹം മത്സരിക്കുന്നില്ല. മുൻ MLA ആയിരുന്ന രാജേന്ദ്രൻ എന്ന CPM MLA ഇത്തവണ കൂറുമാറി BJPയുടെ ചുവന്ന കൊടിക്ക് പകരം കാവിയില് മത്സരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേകതകൾ ആ ജില്ലയ്ക്കുണ്ട്. അവിടുത്തെ മുഖ്യ വിഷയം, ഒരു സംശയവും വേണ്ട, റബ്ബറാണ്. റബ്ബറിന്റെ 250 മുതൽ 300 വരെയുള്ള ഗ്യാരണ്ടി പ്രഖ്യാപനം UDFന് വലിയ ഒരു സപ്പോർട്ട് നൽകും. ഇപ്പോഴത്തെ 4-1 എന്നുള്ളത് ഒരുപക്ഷെ 5-0 അതല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 4-1 ആയി UDF, 5-0 UDF അല്ലെങ്കിൽ 4-1 UDF എന്ന നിലയിൽ തന്നെ വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും കാണുന്നുണ്ട്. അതെ, അല്ലെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ദേവികുളം, ഉടുമ്പൻചോല, തൊടുപുഴ, ഇടുക്കി, അല്ലെ, പീരുമേട്, ഇതൊക്കെയാണ് ജില്ലകൾ എന്ന് പറയപ്പെടുന്നത്. ആദ്യം നമുക്ക് ഇടുക്കിയിലേക്ക് പോവാം, അല്ലെ? അതെ, മന്ത്രിയുടെ ഒരു നിയോജക മണ്ഡലം കൂടിയാണല്ലോ, റോഷി അഗസ്റ്റിന്റെ മണ്ഡലം കൂടിയാണല്ലോ. ഈ പ്രാവശ്യത്തെ പിണറായി 2.0-ൽ ഏതാണ്ട് 11ഓളം മന്ത്രിമാർ പരാജയപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് ഇന്റലിജൻസിൽ ഉൾപ്പെടെയുള്ള അറിവുകൾ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനകത്ത് ഒരു ഭാഗ്യവാനോ നിർഭാഗ്യവാനോ ആയ മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ, ഇടുക്കിയിൽ മത്സരിക്കുന്ന വ്യക്തി. അത് വ്യക്തിപരമായല്ല, പാർട്ടിക്കുള്ളിലും ഈ ഗവൺമെന്റിനെതിരെ ഉള്ള നിലപാടുകളും ജനങ്ങളുടെ രോഷവും എല്ലാം കൂടിയാണ് അദ്ദേഹത്തിന് ആ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അവിടെ കോൺഗ്രസിന്റെ മുൻ DCC പ്രസിഡന്റും ഇപ്പോൾ KPCC ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് റോയി K. പൗലോസ് ആണ്. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ വ്യക്തിപരമായോ രാഷ്ട്രീയപരമായിട്ടോ ഒരു കുറ്റവും പറയാനില്ലാത്ത, നാടിനെ അറിയാവുന്ന സൽസ്വഭാവിയായ ജനപ്രതിനിധിയാകാൻ എല്ലാ അർത്ഥത്തിലും യോഗ്യനായ വ്യക്തിയാണ്. ആ ഘടകങ്ങളെല്ലാം കൂടി ചേർന്ന് തീർച്ചയായിട്ടും നമ്മളുടെ വന്യമൃഗ ശല്യമൊക്കെ വലിയ ഒരു വിഷയമായ ജില്ലയാണ്. നമ്മൾ ചില പുതിയ ആനകൾക്ക് വരെ പേര് കേട്ട ഇതാണ്. പണ്ടൊക്കെ ഗുരുവായൂർ കേശവൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ അരിക്കൊമ്പൻ, പിന്നെ എന്തൊക്കെയോ കൊമ്പൻ, കൊലക്കൊമ്പനോ എന്തൊക്കെയോ കൊമ്പൻ, ആ കൊമ്പന്മാരെയൊക്കെ അന്യ സംസ്ഥാനങ്ങളിലേക്ക് നാട് കടത്താൻ വരെ ഖജനാവിൽ നിന്നും അതിനെ പോലും പണമടിച്ചു മാറ്റിയെന്നുള്ള വലിയ ആക്ഷേപമുണ്ട്. ആനയെ മര്യാദയ്ക്ക് കൊണ്ടുവിടാവുന്നത് ലോറി കയറ്റി കൊണ്ടുപോയതിന് ആനയുടെ 10 ഇരട്ടി വില അതിന് കൊണ്ടുപോയതിന് വരെ അടിച്ചെടുത്തതിന്റെ പരാതിയുണ്ട്. ഒരുപാട് പേരുടെ മരണം അവിടെ നടക്കുകയുണ്ടായി. അതെല്ലാം പ്രതിഫലിക്കുന്നു. റോയി K. പൗലോസ് ഇടുക്കിയിലെ MLA ആകുന്നു ആദ്യത്തെ സീറ്റ്. രണ്ടാമത്തെ സീറ്റ് നമ്മളുടെ തൊടുപുഴ PJ ജോസഫ്, അദ്ദേഹത്തിന്റെ പിൻഗാമിയായി അദ്ദേഹത്തിന്റെ മകൻ തന്നെ അബു ജോസഫ് തീർച്ചയായിട്ടും മത്സരിക്കുന്നു. ജോസഫ് സാറിന് കൊടുക്കുന്ന ആ ഒരു അംഗീകാരം അദ്ദേഹത്തിനും കിട്ടും. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ സീറ്റും UDFന് അനുകൂലമാണ്. ഘടകകക്ഷിയുടേതാണെങ്കിലും അത് കോൺഗ്രസിന്റെ സഖ്യകക്ഷിയാണ്, അത് കിട്ടും. പിന്നീട് വരുന്നത് നമ്മുടെ ഉടുമ്പൻചോലയാണ്. നമ്മളുടെ MM മണി അദ്ദേഹത്തിന്റെ പഴയ ലാവണമാണ്. ആ തട്ടകത്തിൽ അദ്ദേഹം കീഴടങ്ങി. അത് കീഴടങ്ങിയതാണോ കീഴടക്കിയതാണോ എന്നൊക്കെയുള്ള തർക്കമുണ്ട്. എന്തായാലും അദ്ദേഹം ഒരു കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്, എന്റെ ശൈലിക്കും ഭാഷയ്ക്കും ഒന്നും മാറ്റമൊന്നും ഉണ്ടാകുമെന്നൊന്നും നിങ്ങൾ കരുതണ്ട. എന്തായാലും അദ്ദേഹത്തിന് പകരം KK ജയചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയാണ് മത്സരിക്കുന്നത്.
അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സേനാപതി വേണുവാണ്. അദ്ദേഹം മികച്ച ഒരു പ്രാസംഗികനാണ്, നല്ല സംഘാടകനാണ്. റബ്ബറിന്റെ വില 250 മുതൽ 300 വരെയുള്ള പ്രഖ്യാപനവും അതുപോലെയുള്ള 5 ഗ്യാരണ്ടികളും, സ്ത്രീകൾക്കുള്ള പരിരക്ഷയും, KSRTC സൗജന്യ യാത്രയും, 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യ ഇൻഷുറൻസ് എല്ലാം അനുകൂലമായിട്ട് വരും. സാമുദായികമായിട്ടുള്ള ന്യൂനപക്ഷങ്ങളുടെ ഒരു കൺസോളിഡേഷൻ കൂടി UDFന് അനുകൂലമാകുന്നതോടുകൂടി ആ ഉടുമ്പൻചോല അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയും. പീരുമേടും കോൺഗ്രസിന് അനുകൂലമായ ഒരു മണ്ഡലമായിട്ട് വരുന്നു. പിന്നീട് ദേവികുളം മാത്രമാണ് ഒരു UDFന് ഉറപ്പ് എന്ന് പറയാൻ ഒരല്പം മടി കാണിക്കുന്ന ഒരേ ഒരു മണ്ഡലം ദേവികുളം. 2 രാജാമാരാണ് അവിടെ മത്സരിക്കുന്നത്. നമ്മളുടെ തോട്ടം തൊഴിലാളികൾക്കും തമിഴ് വംശജർക്കുമൊക്കെ വലിയ ഒരു പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ ഒരു ഇത് വരും. അതായത് ഇപ്പോഴത്തെ 4-1, 4 LDF, ഒരു UDF എന്നുള്ളത് അതേപടി തിരിച്ചു വരുന്നു. ഒരല്പം ഒക്കെ ഒരു സാഹചര്യങ്ങൾ കുറച്ചുകൂടി അനുകൂലമായി വന്നാൽ 5-0 ആയാലും അത്ഭുതപ്പെടാനില്ല. അതുകൊണ്ട് ഇടുക്കി എന്ന് പറയുന്നത് സുഗന്ധ ദ്രവ്യങ്ങളുടെ ഒരു നാടാണെങ്കിൽ ഇത്തവണ അത് UDFന്റെ ഒരു സുഗന്ധ ഒരു ജില്ലയായി അത് മാറും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ശരി. അപ്പോൾ താങ്കൾ ഈ ഇടുക്കി എന്ന് പറയപ്പെടുന്ന 5 നിയോജക മണ്ഡലങ്ങൾ അടങ്ങിയ, അതായത് ദേവികുളവും ഉടുമ്പൻചോലയും തൊടുപുഴ ഇടുക്കിയും പീരുമേടും അടങ്ങുന്ന 5 നിയോജക മണ്ഡലങ്ങൾ അടങ്ങിയ ഇടുക്കി ജില്ലയിൽ അപ്രമാദിത്വം ഉണ്ടാക്കാൻ പോകുന്നത് UDF ആണ് എന്നുള്ള ഒരു നിലയിലേക്കാണ് താങ്കൾ എത്തിയിരിക്കുന്നത്. അതിനോടുള്ള എൻ്റെ വിയോജിപ്പുകൾ എന്ന് പറയപ്പെടുന്നത് ദേവികുളം അല്ല, ആദ്യം ഞാൻ പറയുന്നത് ദേവികുളമാണ്. ദേവികുളം CPMന്റെ ഒരു കോട്ടയായിരുന്നു. അത് ഈ ഒന്നാമത്തെ കാര്യം, ദേവികുളം പോലുള്ള സ്ഥലത്തുള്ള തോട്ടം തൊഴിലാളികൾ അടക്കമുള്ളവരുടെ ഒരു വലിയ പിന്തുണ CPMനുണ്ടായിരുന്നു. ആ CPMന്റെ പിന്തുണയിൽ തന്നെയാണ് രാജേന്ദ്രനെ പോലൊരു MLA അവിടെ കാലാകാലങ്ങളായി ഉണ്ടായതും. അതിനുശേഷം ഇപ്പോൾ CPMുമായിട്ട് അകലുമ്പോൾ, അല്ലെങ്കിൽ അവിടെ സീറ്റ് കൊടുക്കാത്തൊരു സ്ഥിതിവിശേഷം കുറച്ച് കാലങ്ങളായിട്ട് രാജേന്ദ്രൻ CPMുമായിട്ട് അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്തത് ആര് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അത് UDFലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് പോകാനുള്ള സാധ്യതയാണ് മുന്നിൽ കണ്ടിരുന്നത്. പക്ഷെ അത് നടന്നില്ല. പകരം രാജേന്ദ്രൻ BJPയിലേക്ക് പോയി. ഇന്നവിടെ ഈ പറയുന്ന ദേവികുളത്ത് NDAയുടെ സ്ഥാനാർത്ഥിയാണ്. NDAയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ രാജേന്ദ്രന്റെ മികവാണോ അതോ പാർട്ടിയുടെ മികവാണോ അവിടെ തെളിയിച്ചത് എന്നുള്ളതാണ്. കാരണം പാർട്ടിയുടെ മികവാണെങ്കിൽ മാത്രമാണ് രാജേന്ദ്രൻ അവിടെ രക്ഷപ്പെട്ടിട്ടുള്ളത്. ഇല്ല എന്നുണ്ടെങ്കിൽ രാജേന്ദ്രന്റെ മികവാണെങ്കിൽ അവിടെ ഈ ദേവികുളത്ത് വിജയിക്കേണ്ടത് NDA സ്ഥാനാർത്ഥിയാണ്. അതിനുള്ള ഒരു സാധ്യതകളും ഇപ്പോൾ ഒരവസ്ഥയിൽ ദേവികുളത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. പകരം രാജേന്ദ്രന്റെ സ്വാധീനത്തിൽ ലഭിക്കുന്ന വോട്ടുകൾ NDAക്ക് ലഭിക്കുകയാണെങ്കിൽ ചില പോക്കറ്റുകളിൽ, അതായത് CPMന്റെ ചില പോക്കറ്റുകളിൽ വീഴ്ച ഉണ്ടാകും. ആ വിള്ളലുകൾ കോൺഗ്രസിന് അനുകൂലമാകും. അങ്ങനെയാണെങ്കിൽ ദേവികുളത്തിന്റെ സാധ്യതയെ തള്ളിക്കളയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ദേവികുളത്തിന്റെ സാധ്യതയിൽ ആദ്യം എത്തുന്നത് UDF ആയിരിക്കും. മറ്റൊന്ന്, അതുകൊണ്ട് തന്നെ രാജേന്ദ്രൻ പിടിക്കുന്ന വോട്ടുകളെ ആ സ്വാധീനമാണ് UDFന് അനുകൂലമാകുന്ന ഒരു ഘടകം. അല്ലാതെ UDFന്റെ അപ്രമാദിത്വം കൊണ്ടുണ്ടാകാൻ പോകുന്നതല്ലാതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് LDFന്റെ വോട്ടുകളിൽ, അല്ല LDFന്റെ സ്വാധീനത്താൽ രാജേന്ദ്രൻ ലഭിക്കുന്ന വോട്ടുകൾ NDAയിലേക്ക് പോവുകയാണെങ്കിൽ മാത്രമാണ് അങ്ങനത്തെ ഒരു സാധ്യത. അങ്ങനെയാണെങ്കിൽ UDFന്റെ സാധ്യത കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ UDF അവിടെ വിജയിക്കും. ഈ ദേവികുളം പോലൊരു നിയോജക മണ്ഡലത്തിൽ വിജയിക്കും. മറ്റൊന്ന് ഉടുമ്പൻചോലയാണ്. ആദ്യം ഇപ്പോൾ സാദി സാർ പറഞ്ഞ പോലെ MM മണിയുടെ നാടാണ്. MM മണിയുടെ നാട് എന്ന് പറയപ്പെടുമ്പോൾ തമാശയായിട്ട് എല്ലാവർക്കും തോന്നാമെങ്കിലും അദ്ദേഹം ഈ പറയുന്ന പോലെ ജനകീയനായിട്ടുള്ള ഉടുമ്പൻചോല വാസികളുടെ പ്രിയപ്പെട്ട നേതാവാണ് എപ്പോഴും MM മണി എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രിയപ്പെട്ട നേതാവ് CPMന്റെയും ഭാഗമായിരുന്നു, CPMന്റെ സഹയാത്രികനായിരുന്നു. ഒപ്പം തന്നെ CPMന് ഉടുമ്പൻചോലിന്റെ ഒരു ഭാഗത്ത് മാത്രമല്ല ഇടുക്കി പോലൊരു ഭാഗത്ത് ഏത് തരത്തിലും അദ്ദേഹത്തിന്റെ വർത്തമാന ശൈലികളും രീതികളും ഒക്കെ വേറൊരു തരത്തിലാണെങ്കിലും ഏത് തരത്തിലും തോട്ടം തൊഴിലാളികളെയും അവിടുത്തെ ബാക്കിയുള്ള തൊഴിലാളികളെയൊക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഠിന പ്രയത്നം നടത്തിയ ഒരു നേതാവ് കൂടിയാണ് MM മണി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ സീറ്റ് ലഭിക്കാത്ത സാഹചര്യത്തിൽ അവിടുത്തെ ഒരു പ്രത്യേകത, ഉടുമ്പൻചോല ഒരു പ്രത്യേകത, അദ്ദേഹത്തിന് അനുകൂലമായിട്ടൊരു ഘടകം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും. അങ്ങനെ വന്നാൽ ഉടുമ്പൻചോലയിൽ CPMന്റെ അനുകൂലമാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അത് ജയചന്ദ്രന് അനുകൂലമാകും എന്നുള്ള തരത്തിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും. താങ്കൾ പറഞ്ഞ പോലെ സേനാപതി വേണുവിനെ നമ്മൾ തള്ളിക്കളയുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ സാധ്യതകളേറെ MM മണിയുടെ സ്വാധീനവും ജയചന്ദ്രന്റെ സ്വീകാര്യതയും ഒക്കെ അവിടെ ചർച്ച ചെയ്യപ്പെടും. ഒപ്പം അത് CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിക്ക് ഗുണകരമാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. മറ്റൊന്ന് തൊടുപുഴയിലാണ്.
തൊടുപുഴയിൽ താങ്കൾ പറഞ്ഞ പോലെ അച്ഛൻ മാറി മകൻ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ UDF അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷം തന്നെയാണ്. അത് ആ സീറ്റ് നിലനിർത്തുക തന്നെ ചെയ്യും. കാരണം തൊടുപുഴയിൽ കേരള കോൺഗ്രസിന്റെ അപ്രമാദിത്വമുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് അത് PJ ജോസഫിന് അനുകൂലമായിട്ടുള്ള, അല്ലെങ്കിൽ PJ ജോസഫിന്റെ മകനായ അപ്പു ജോസഫിന് അനുകൂലമായിട്ടുള്ള ഒരു വിധി എഴുത്തായിരിക്കും അവിടെ ഉണ്ടാക്കുക. അത് UDF അനുകൂലമാകും. പിന്നുള്ളത് ഇടുക്കിയിലാണ്. ഇടുക്കിയിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച മന്ത്രി ഉൾപ്പെടുന്ന ഒരു ജില്ലയാണ്. പക്ഷെ മന്ത്രി ഇപ്രാവശ്യം തോൽക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ തോൽക്കുന്ന മന്ത്രിമാരുടെ കൂട്ടത്തിൽ പാവം നമ്മുടെ റോഷി അഗസ്റ്റിൻ കൂടി ഉണ്ട് എന്നുള്ളത് ഒരു ദയനീയമായ കാര്യമാണ്. കാരണം നമ്മുടെ ഒരു സുഹൃത്ത് കൂടിയാണ് ഈ റോഷി അഗസ്റ്റിൻ എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പരാജയപ്പെടുന്നത് നമുക്ക് ഇഷ്ടമല്ല. എങ്കിൽ കൂടിയും ഈ ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിൽ അദ്ദേഹത്തിന്റെ പേര് കൂടി ഉള്ളതുകൊണ്ട് പരാജയം ഉണ്ടായേക്കാം. മാത്രമല്ല ഈ ആന്റി ഇൻകംബൻസി ഭരണവിരുദ്ധ വികാരം കൂടുതലായി നിൽക്കുന്നതുകൊണ്ടും പാർട്ടിക്കുള്ളിലെ ചില ഇടപെടലുകൾ, ചില അന്തഛിദ്രങ്ങൾ അതിനകത്ത് സംഭവിക്കുന്നതുകൊണ്ടും റോഷി അഗസ്റ്റിന്റെ പരാജയവും നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അവിടെ റോയ് കെ പൗലോസ്, ഈ പറഞ്ഞ പോലെ വളരെ മിടുക്കനായിട്ടുള്ള DCCയുടെ പ്രസിഡന്റൊക്കെ ആയിരുന്ന റോയ് കെ പൗലോസിന്റെ സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഈ ചില അന്തഛിദ്രങ്ങൾ കോൺഗ്രസിന് അനുകൂലമാവുകയാണെങ്കിൽ കോൺഗ്രസിന്റെ കൈപ്പത്തിക്കാരൻ അവിടെ വിജയിച്ചു വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അതേസമയം പീരുമേടിൽ ഒരു തരത്തിലും ഈ പറഞ്ഞ പോലെ തൊഴിലാളികളുടെ ഒരു കൂട്ടം തന്നെ ഈ LDF അനുകൂലമാകുന്ന ഒരു കാലാവസ്ഥ ഉണ്ടാക്കിയെടുത്ത ഇടമാണ് അവിടെ മറ്റാർക്കും ചിലപ്പോൾ ഈ അപ്രമാദിത്വം എടുക്കാൻ കഴിയില്ല. അവിടെ തീർച്ചയായിട്ടും LDF അനുകൂലമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ താങ്കൾ പറഞ്ഞതുപോലെ 5-ൽ 5 ആയിരിക്കില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവിടെ 3-ൽ 2, 3 UDF 2 LDF ലഭിക്കുന്ന ഒരു തരത്തിലേക്കുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാകുക എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ ആണെങ്കിൽ LDF ഒരു സീറ്റായിരിക്കും അല്ലേ? ഒരു സീറ്റായിരിക്കും. അങ്ങനെ സാധ്യതകൾ ഒന്നുകിൽ 5-ൽ 5, ഇല്ലെങ്കിൽ 5-ൽ 4, ചിലപ്പോൾ 5 തന്നെ കിട്ടിയെന്നും വരാം. 5-0 ഇതുപോലത്തെ ഒരു ലിസ്റ്റാണ് നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഇതൊക്കെ നമുക്കൊരു അസംഷൻ ആണല്ലോ, ഒരു സാഹചര്യം, രാഷ്ട്രീയം എന്താണ് അവിടെ നടക്കുന്നത്, ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് അവസ്ഥയിൽ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതുമൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു കാൽക്കുലേഷനിലാണ് നമ്മളിങ്ങനെ ഒരു അസംഷൻ പറയുന്നത്. മാത്രമല്ല അവിടുത്തെ ജനങ്ങളുടെ വികാരം ഉണ്ടാകും. ആ വികാരങ്ങൾക്കപ്പുറം അവിടെ ഒരു ഭരണവിരുദ്ധ വികാരം എത്രത്തോളം പ്രതിഫലിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രതിഫലിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് തരത്തിലാണ് ജനങ്ങളെ സ്വാധീനിക്കുന്നത്, ആ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ ഏത് തരത്തിലാണ് ജനങ്ങൾക്ക് വിജയിക്കാൻ അല്ല അവിടുത്തെ പ്രതിനിധികൾക്ക് വിജയിക്കാൻ കഴിയുന്നത്, സ്ഥാനാർത്ഥികൾക്ക് വിജയിക്കാൻ കഴിയുന്നത്, അങ്ങനെയല്ലേ അതിനെ. അവിടെ ഒരു കാര്യം വരുന്നത്, ഈ ഒരു പക്ഷേ ഈ ക്ഷേമ പെൻഷനുകളുടെയൊക്കെ വലിയ ഒരു ഗുണഭോക്താക്കൾ വരുന്ന ഒരു ജില്ലയാണ് നിയോജക മണ്ഡലം. അവിടെ 2500 രൂപ വാഗ്ദാനം നൽകിയിട്ട് 4.25 വർഷം വരെ 1600 രൂപ മാത്രം കൊടുത്തു നിർത്തി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഒരു 400 രൂപ വർദ്ധിപ്പിച്ച് അന്ന് 2000 ആക്കി. അന്ന് നമ്മളുടെ MM മണി അദ്ദേഹം പറഞ്ഞത് വാങ്ങി നക്കിയിട്ട് മറ്റേ പണി കാണിച്ചു എന്നാണ് പറഞ്ഞത്. അത് അദ്ദേഹത്തിന്റെ ശൈലിയിൽ പറഞ്ഞതായിരിക്കാം, എങ്കിലും അർത്ഥം അത് മനസ്സിലായി. പക്ഷെ നമ്മൾ അതിനെ കാണുന്നത് അങ്ങനെയല്ല. 2500 തരാമെന്ന് പറഞ്ഞ് കളിപ്പിച്ചിട്ട് ഇലക്ഷന്റെ തലേന്ന് 400 രൂപ കൂട്ടി കളിപ്പിച്ചതിനുള്ള തിരിച്ചടിയാണെന്നുള്ളതാണ്. അപ്പൊ തൊഴിലാളികൾ ആ അർത്ഥത്തിൽ ഉള്ള ഒരു ഇത്. ഇപ്പൊ നോക്കൂ, 3000 രൂപ ആദ്യം പ്രഖ്യാപിച്ചത് UDF ആണ്. കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയും UDF-ഉം 3000 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രികയിൽ 3000 വന്നത്. ആദ്യം പറഞ്ഞവർക്ക് മുൻഗണന കൊടുക്കും. അത് എല്ലാം കൂടി കണക്കിലെടുത്താണ് ഗവൺമെന്റിന് വിരുദ്ധമായിട്ടും അവരോട് കാണിച്ച അനീതിയും വന്യമൃഗത്തിൽ നിന്ന് ആക്രമണത്തിൽ നിന്നും രക്ഷിക്കാത്തതും എല്ലാം. പിന്നെ അതുപോലെ ഈ പല നമ്മളുടെ നാണ്യവിളകൾക്ക് ഒന്നും വലിയ വില കിട്ടാത്ത അവസ്ഥയൊക്കെ അവിടെ ഉണ്ട്. അതെല്ലാം വിഷയമാകും. കൃഷിക്കാരെ സ്വാഭാവികമായിട്ടും വല്ലാതെ ബാധിച്ച, കൃഷിക്കാരെ ഒരുപാട് വേദനിപ്പിച്ച ഒരു വിഷയങ്ങളുള്ള ഒരു സർക്കാരായിരുന്നു ഈ കടന്നു പോകുന്നത്. ഈ 10 വർഷം കൊണ്ട് കൃഷിക്കാർക്ക് യാതൊരു തരത്തിലുള്ള നേട്ടവും, ചിലപ്പോൾ ഇടുക്കി പോലുള്ള ഒരു വലിയ മേഖലകളിൽ, തോട്ടം മേഖലകളിൽ അവിടുത്തെ തൊഴിലാളികൾക്ക് നാണ്യവിളകൾക്കൊന്നും ലഭിക്കേണ്ട കൃത്യമായ പണം ലഭിക്കാത്ത ഒരു സാഹചര്യവും കൂടി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അത് ചിലപ്പോൾ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം LDF അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായേക്കാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞു വെക്കുന്ന പോലെ ഈ 5-5 കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിലും ഒരു 3-2 എന്ന് പറയപ്പെടുന്ന ഒരു തരത്തിലേക്ക് അവിടുത്തെ സാധ്യതകളെ നമുക്ക് ഇപ്പോൾ കൽപ്പിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ഇതിന്റെ യഥാർത്ഥ ചിത്രം എന്ന് പറയപ്പെടുന്നത് നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴാണ്. പക്ഷേ എങ്കിലും ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തന്നെ അവർ വിധി എഴുതിയിട്ടുണ്ടായിരിക്കും ആരായിരിക്കും നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം ഭരിക്കേണ്ടതെന്ന്. അതിനകത്തേക്ക് എത്തപ്പെടുന്ന ജനപ്രതിനിധികളെയും അവരിപ്പോൾ തന്നെ മനസ്സുകൊണ്ട് തിരഞ്ഞെടുത്ത് കാണും. അത്തരത്തിൽ മനസ്സുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ നിന്നുള്ള വിശകലനമാണ് ഞങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ഇടയിലേക്ക് പകർത്തി വെക്കുന്നത്. ഇനി നാളെ മറ്റൊരു ജില്ലയുമായിട്ട് നമുക്ക് കാണാം.